നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയ ഒരു കാര്യം മനസ്സിലാവും. മോഹൻലാൽ, ഉണ്ണി മുകുന്ദൻ, സുരേഷ് ഗോപി ഈ മൂന്ന് പേരെയും ചില ആൾക്കാർ കൃത്യമായി ഒതുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അത് രാഷ്ട്രീയത്തിന്റെ പേരിലാണെന്നുണ്ടെങ്കിലും മതത്തിന്റെ പേരിലാണെന്നുണ്ടെങ്കിലും സിനിമയുടെ പേരിലാണെങ്കിലും. എന്നാൽ അവർ തിരിച്ചു വന്നൊരു വമ്പം തിരിച്ചുവരവിന്റെ കഥയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. എന്തായാലും നിങ്ങൾ പൂർണ്ണമായി കണ്ടതിന് ശേഷം അഭിപ്രായം രേഖപ്പെടുത്തുക. ഇപ്പോൾ എമ്പുരാൻ സിനിമ 3 ദിവസത്തിനപ്പുറം റിലീസാണ്. മോഹൻലാലിൻ്റെ പേജ് നോക്കിക്കഴിഞ്ഞാൽ, എമ്പുരാൻ്റെ പ്രൊമോഷൻ നടക്കുന്ന പേജ് നോക്കിക്കഴിഞ്ഞാൽ ചില ആൾക്കാർ കിടന്ന് നിലവിളിച്ച് കരയുന്ന നമുക്കതിനകത്ത് കാണാം. ഈ പടമൊക്കെ പൊട്ടിപ്പോകും എന്നുള്ള രീതിയിൽ മോഹൻലാലെ വിടാതെ പിന്തുടരുന്ന ആൾക്കാരെ നമുക്കതിനകത്ത് കാണാം. അപ്പോൾ കൃത്യമായി നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായി കാണും എന്ന് കരുതുന്നു. എന്തായാലും ഫസ്റ്റ് ഡേ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം 4 ദിവസത്തെ ബുക്കിംഗ് ഓൾറെഡി തീർന്നു കിടക്കാണ്. എമ്പുരാൻ സിനിമയ്ക്ക് മലയാളം ഒരു പടത്തിന് 50 കോടിക്ക് മുകളിൽ ഒരു കളക്ഷൻ കിട്ടിയിട്ട്, ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് കളക്ഷൻ കിട്ടുന്ന ചരിത്രമായി എമ്പുരാൻ നിൽക്കുകയാണ്. വേൾഡ് വൈഡ് ആ സിനിമയ്ക്ക് ഭയങ്കര രീതിയിലുള്ള സ്വീകരണമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി എൻ്റെ ചോദ്യം നിങ്ങളോടാണ്. എമ്പുരാൻ സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന, ടിക്കറ്റ് ബുക്ക് ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല, കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ എത്രത്തോളം ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാണാൻ ഉദ്ദേശിക്കുന്ന തിയേറ്ററിൻ്റെ ലൊക്കേഷൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത് നമുക്കറിയാൻ പറ്റുമല്ലോ. ലോകത്തിൻ്റെ ഏതെല്ലാം കോണിൽ നിന്നും ആൾക്കാർ എമ്പുരാൻ കാണുന്നുണ്ടെന്ന്. ഇപ്പോൾ ഇനി കാര്യത്തിലേക്ക് വരാം. മോഹൻലാൽ, ഉണ്ണി മുകുന്ദൻ, സുരേഷ് ഗോപി ഇവരെ കൃത്യമായ രീതിയിൽ ചില ആൾക്കാർ തെരഞ്ഞ് പിടിച്ച് ആക്രമിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ണി മുകുന്ദൻ ലാസ്റ്റ് ഇറങ്ങിയൊരു പടം നമ്മൾ നോക്കുക. അത് വേൾഡ് വൈഡ് ആ പടത്തിന് ഭയങ്കര സ്വീകരണം കിട്ടിയിട്ടുണ്ടായിരുന്നു. മാർക്കോ എന്ന് പറയുന്ന പടം. ഈ സിനിമ ഇറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസം നിങ്ങൾ സോഷ്യൽ മീഡിയ കയറി നോക്കിക്കഴിഞ്ഞാൽ ചില ആൾക്കാർ കൃത്യമായ രീതിയിൽ ഈ പടം പൊട്ടിപ്പോകും. ഇപ്പം എമ്പുരാൻ പടത്തിൻ്റെ കമൻറ്റ് ബോക്സിൽ പോയി നോക്കുക. സംശയമുള്ളവർ പോയി നോക്കിയാൽ മതി. എമ്പുരാൻ പടവുമായി ബന്ധപ്പെട്ടുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ കുറേ ആൾക്കാർ അവിടെയും സിനിമ ഇറങ്ങിയില്ല, സിനിമയെപ്പറ്റി എന്താണെന്നറിയില്ല, പക്ഷേ ഈ പടം പൊട്ടിപ്പോകും എന്നുള്ള രീതിയിൽ കമൻ്റ് ഇടുന്ന ആൾക്കാരെ നിങ്ങൾക്ക് കാണാം. സുരേഷ് ഗോപി പിന്നെ രാഷ്ട്രീയക്കാരനായിരുന്നു എന്നെങ്കിലും പറയാം. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഉണ്ണിമുകുന്ദൻ അല്ലെന്നുണ്ടെങ്കിൽ മോഹൻലാൽ, ഇവർ രണ്ടുപേരും പ്രധാനമന്ത്രിയോടൊപ്പം നിൽക്കുന്നു, അവർക്ക് പ്രധാനമന്ത്രിക്ക് ബ്ലോഗ് എഴുതുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ മോഹൻലാലിനെയൊക്കെ ആൾക്കാർ എന്തെല്ലാം രീതിയിലാണെന്ന് ആക്ഷേപിച്ചത്. ഈ മോഹൻലാലിനെയും ഉണ്ണിമുകുന്ദനെ ആക്ഷേപിച്ച രീതി സെയിമാണ്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവർ രണ്ടുപേരും മതപരമായ രീതിയിൽ എന്തെങ്കിലും ഒരു വിശ്വാസം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് ചില ആൾക്കാരെ ബഹളം വെപ്പാണ്. മോഹൻലാലിന് അമ്പലത്തിൽ പോകാൻ പറ്റത്തില്ല, മോഹൻലാൽ അമ്പലത്തിൽ പോയിട്ട് തൊഴാൻ പറ്റത്തില്ല, പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, മോഹൻലാലിൻ്റെ ആചാരം അമ്പലത്തിൽ പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അന്ധവിശ്വാസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ ഒന്ന് ബഹളം വെക്കുന്നു. അതുപോലെ തന്നെ ഉണ്ണിമുകുന്ദൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഉണ്ണിമുകുന്ദന് ഹനുമാൻ്റെ ഒരു ചിത്രം ഇടാൻ പറ്റത്തില്ല. ചില നടന്മാർ വരെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ബഹളം വെക്കും. എന്തിന്? എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായിട്ടില്ല. മമ്മൂട്ടി പള്ളി പോകാൻ നിസ്കരിക്കാറുണ്ട്, അത് വിശ്വാസമാണെന്ന് പറയാറുണ്ട്. അതിന് കുഴപ്പമില്ലാത്ത ആൾക്കാർ എന്തിനു വേണ്ടിയാണ് മോഹൻലാലിനെയും ഉണ്ണിമുകുന്ദനെയും കമൻറ്റ് ബോക്സിൽ പോയി ബഹളം വെക്കുന്നത്? വളരെ സിമ്പിളാണ് കാര്യം. അതുപോലെ നമ്മുടെ നാട്ടിലെ ചില മീഡിയക്കാരുണ്ട്. ഈ മീഡിയക്കാരുടെ ശല്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശല്യമാണ്. ജയഗണേശൻ എന്ന് പറഞ്ഞ ഉണ്ണിമുകുന്ദൻ ഒരു പടം വരുന്നുണ്ട്. അതിനകത്ത് ആ കഥ എന്താണെന്ന് പോലും അറിയാത്ത ജയഗണേശൻ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ഉണ്ണിമുകുന്ദൻ ഗണപതിയാണെന്ന് വരെ പറഞ്ഞ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. ചില വട്ടം ചുറ്റിയിരുന്ന് കുറച്ച് മീഡിയക്കാർ. ഇനി സുരേഷ് ഗോപിയുടെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സുരേഷ് ഗോപി രാഷ്ട്രീയത്തിലേക്ക് വന്നു. സുരേഷ് ഗോപിയെ പറ്റി ഒരു പ്രത്യേക മീഡിയ, ആ മീഡിയയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരെ വെളുപ്പിക്കുകയാണ് ആ മീഡിയയുടെ പ്രത്യേക പരിപാടി. ലോകത്തുള്ള ആൾക്കാരെ ഇവരെല്ലാം വർഗീയവാദി എന്ന് വിളിക്കും. എന്നാൽ ഈ രാജവെമ്പാല ഇരുന്ന് അയ്യോ വിഷം എന്ന് പറയുന്നൊരവസ്ഥയാണ് ഈ ചാനലെന്ന് പറയുന്നത്. ഇവർ ലോകോത്തര വിഷമാണ്. ഇവരിരുന്നിട്ട് ബാക്കിയുള്ളവരെ വർഗീയവാദി എന്ന് വിളിക്കുന്നൊരു ചാനലുണ്ട്. അങ്ങനെ ഒരു ചാനലുണ്ട്. 4 പേരും കൂടി ഇരുന്ന് വട്ടം ചുറ്റിയിരുന്ന് എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഈ നാട്ടിൽ ഇരുന്നുണ്ട് എന്തിനാണ് ഈ തീവ്രവാദത്തെ എങ്ങനെ വെളുപ്പിക്കുന്നത്. ഇങ്ങനെ തോന്നിപ്പിക്കുന്ന രീതിയിൽ വട്ടം ചുറ്റിയിരുന്ന് മീഡിയ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ആൾക്കാരിരുന്ന് വാർത്ത വായിക്കുന്നതൊക്കെ പറയാം, അല്ലെങ്കിൽ ലോകത്തെ പറ്റിയൊക്കെ സംസാരിക്കുന്നതാണ്. സംഭവം വളരെ സിമ്പിളാണ്. തോക്കും കുഴലിനെ വെളുപ്പിക്കുന്ന പരിപാടിയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരിരുന്നിട്ട് സുരേഷ് ഗോപിയെ പറ്റി വീഡിയോ ഇടും. സത്യത്തിൽ മലയാളികൾ ഇവരുടെ ശല്യം കാരണമാണ് സുരേഷ് ഗോപിയെ ഈ തൃശ്ശൂർ ജയിപ്പിച്ചത്. സുരേഷ് ഗോപി തുമ്മിയ വീഡിയോ, സുരേഷ് ഗോപി നടന്ന വീഡിയോ, സുരേഷ് ഗോപി ലൂർദ് മാതപ്പള്ളി കൊണ്ടുപോയി ഒരു കിരീടം കൊടുത്തു കഴിഞ്ഞ വീഡിയോ, കിരീടം കൊടുത്ത സുരേഷ് ഗോപിയുടെ വൈഫ്, സുരേഷ് ഗോപിയുടെ ഫാമിലി പോയിട്ട് അവരുടെ വിശ്വാസപ്രകാരം ആ പള്ളിയിൽ ഒരു മാതാവിനൊരു കിരീടം കൊടുത്തു. പെട്ടെന്ന് ഇത് ചെമ്പാണ്, പിച്ചളയാണ്, ഇതാരാ ഇവരോ കൊണ്ട് അരച്ചു നോക്കിയോ? ഇല്ല, ഇവരിരുന്നങ്ങ് ഓരോ അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി. ചുമ്മാ ശല്യം ചെയ്യുന്നുണ്ട്. ഒരു വീഡിയോ, ഒരു പെൺകുട്ടി ഒരു മാധ്യമപ്രവർത്തകർ അടുത്ത് വന്ന് നിന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ തോളത്ത് കൈവച്ചു, തെറ്റാണ് എന്നുള്ള രീതിയിൽ സുരേഷ് ഗോപി എന്ന സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. നമ്മൾ അറിയാത്ത ആളൊന്നുമല്ല സുരേഷ് ഗോപി. എന്നിട്ട് സുരേഷ് ഗോപിയെ പിടിച്ച് പെണ്ണ് കേസിലൊക്കെ പെടുത്താൻ നോക്കി. ഇത്തരത്തിലുള്ള പരിപാടിയൊക്കെ ചില പ്രത്യേക മീഡിയ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന മലയാളികൾക്കറിയാം. അതുപോലെ തന്നെ ചുമ്മാ സുരേഷ് ഗോപി എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ കുറേ കമ്പും കോലുമായിട്ട് കുറേ മീഡിയക്കാർ പോയിട്ട് അങ്ങ് ഇടിച്ച് കയറി നിൽപ്പാണ്. ആർക്കാലും ശല്യം തോന്നില്ലേ? നമ്മൾ വല്ലതാണെന്നുണ്ടെങ്കിൽ ഓടിച്ചേരെ പോകാൻ പറഞ്ഞേ. അപ്പോൾ അങ്ങനെ ദിവസം ഓരോ ആൾക്കാർ വന്നിട്ട് സുരേഷ് ഗോപി എന്നൊക്കെ പറഞ്ഞ് തൃശ്ശൂരിലെ കുറേ ആൾക്കാർ എന്നാൽ ഈ വർഗീയവാദികളിരുന്ന് സുരേഷ് ഗോപിയെ പറ്റി പറയുന്നത്, എന്നാൽ സുരേഷ് ഗോപിക്ക് കൊണ്ട് താമര ചിഹ്നത്തിൽ കൊടുത്തേക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് BJPയുടെ താമര ചിഹ്നത്തിൽ സത്യം പറഞ്ഞാൽ മലയാളികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ?
ഇവിടെ കാലങ്ങളായിട്ട് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മലയാളികൾ തന്നെയാണ് 70,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപിക്ക് വോട്ട് കൊടുത്ത് ജയിപ്പിച്ച്. എന്തുകൊണ്ട്? ഇതുപോലുള്ള ശല്യങ്ങൾ കാരണം രാവിലെ തൊട്ട് തുടങ്ങും സുരേഷ് ഗോപി സുരേഷ് ഗോപി സുരേഷ് ഗോപി എന്നൊക്കെ പറഞ്ഞു. അവസാനം ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാരും കുറച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെടുന്ന ആൾക്കാരും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഹിന്ദു കമ്മ്യൂണിറ്റിപ്പെടുന്ന ആൾക്കാരും ഇതുവരെ CPM കോൺഗ്രസിനൊക്കെ കുത്തിക്കൊണ്ടിരുന്ന ആൾക്കാർ നേരെ കൊണ്ടുപോയിട്ട് താമര ചിഹ്നത്തിൽ, പ്രത്യേകം ശ്രദ്ധിക്കണം, BJPയുടെ ചിഹ്നത്തിലാണ്, അല്ലാതെ സ്വതന്ത്ര ചിഹ്നത്തിലൊന്നും അല്ല സുരേഷ് ഗോപി മത്സരിച്ച് താമര ചിഹ്നത്തിൽ വോട്ട് കുത്തി. അതായത് മലയാളികളായിട്ടുള്ള ആൾക്കാർ, കേരളത്തിലെ ഒരു തൃശ്ശൂർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ പെടുന്ന ആൾക്കാർ താമര ചിഹ്നത്തിൽ പോയി വോട്ട് കുത്തി. കാരണം എന്താണ്? ഇത് രാവിലെ തൊട്ട് തുടങ്ങും സുരേഷ് ഗോപി സുരേഷ് ഗോപി സുരേഷ് ഗോപി. സുരേഷ് ഗോപി നടന്ന വീഡിയോ, അത്യാവശ്യം എന്തെങ്കിലും വിവരക്കേട് വിളിച്ചു പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ചെയ്യും, അത് വാർത്തയാക്ക്, ചർച്ചയാക്കും. ആർക്കാ പ്രശ്നം? നമ്മൾ തന്നെ സുരേഷ് ഗോപിക്കെതിരെയൊക്കെ വീഡിയോ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, നെഗറ്റീവായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പുള്ളിയുടെ പല സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ നമ്മളെടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ സുരേഷ് ഗോപി, ഉച്ചയ്ക്ക് ചോറുണ്ണുന്നതിന് മുമ്പ് ഒരു സുരേഷ് ഗോപി, വൈകിട്ട് ചായ കുടിക്കുന്നതിന് മുമ്പ് ഒരു സുരേഷ് ഗോപി, രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു സുരേഷ് ഗോപി, പിന്നെ 4 പേരും കൂടി ഇരുന്ന് തോക്കും കുഴലിൽ പെയിൻ്റ് അടിക്കുന്ന പോലെ അതിൻ്റെ ഇടയിൽ കൂടി ഇരുന്നിട്ട് സുരേഷ് ഗോപി സുരേഷ് ഗോപി സുരേഷ് ഗോപി. ഏത് മീഡിയ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അവസാനം എന്തൊക്കെ സുരേഷ് ഗോപിക്ക് താമര ചിഹ്നത്തിൽ കൊണ്ടുപോയിട്ട് കുത്തിക്കൊടുത്തു തൃശ്ശൂരിലെ ആൾക്കാർ. വളരെ സിമ്പിളാണ്. രാവിലെ തൊട്ട് വൈകിട്ട് വരെ ചെറിയ ആൾക്കാർ ഇരുന്നിട്ട് ഉണ്ണിമുകുന്ദനെതിരെ, അവസാനം ഉണ്ണിമുകുന്ദൻ പാൻ്റെ സ്റ്റാറായി. മോഹൻലാലിനെതിരെ, മോഹൻലാൽ താണ്ട തിരിച്ചു വരുന്നു. മോഹൻലാലിന് എവിടെയും പോയിട്ടില്ല. മോഹൻലാലിന് കിടലൊരു പടം വന്നാൽ തിരിച്ചു വരാനുള്ള കാര്യമുള്ളൂ. മോഹൻലാൽ ഇല്ലാതായി, മോഹൻലാലിൻ്റെ സിനിമകൾ ഇനി ഇല്ല, മോഹൻലാൽ മലയാളത്തിൽ ഇനി ഇല്ലേ, മോഹൻലാൽ അമ്പലത്തിൽ പോയി എന്തൊക്കെയാണ് കാണിക്കുന്നത്, അയ്യേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എന്ത് പറ്റി? ഇതുവരെ ഹിറ്റടിച്ചുകൊണ്ടിരുന്ന മമ്മൂട്ടിയാണ്. ഉള്ള കാര്യം ഞാൻ പറയും. ഇതിനു മുമ്പ് മമ്മൂട്ടിയുടെ പടങ്ങൾ പടപടപടാന്ന് പൊട്ടുന്നൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് നമ്മളാരും പറഞ്ഞില്ല മമ്മൂട്ടി ഇല്ലാതായി പോകുന്നു. ഇത് സിനിമയാണ്, സിനിമ വ്യവസായത്തിൽ ഇതൊക്കെ ഇതിനകത്തുണ്ടാവും. പക്ഷേ ഒരു നടൻ്റെ സ്റ്റാർ വാല്യൂ എവിടെയും പോയിട്ടില്ല. അതിൻ്റെ ഏറ്റവും കൂടുതൽ ഉദാഹരണമാണ് സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത്രയും വലിയ ബിസിനസ് നടക്കുന്നത്. പൃഥ്വിരാജിൻ്റെ ഘടകം ഇല്ലെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ മോഹൻലാലിൻ്റെ പേര് തന്നെയാണ് ഈ പടം ബ്രാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാട്ടിലെ ബിസിനസ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എവിടെയും മോഹൻലാൽ പോയിട്ടില്ല. വെറുതെ ഇവിടെ കുറേ ആൾക്കാർ കിടന്ന് നിലവിളിക്കുകയും ബഹളം ചെയ്യുകയൊക്കെ ചെയ്യും. മോഹൻലാൽ അങ്ങ് തീർന്നു പോയെന്നൊക്കെ പറയും. ഒരു ചുക്കും ചുണ്ണാമ്പും നടന്നിട്ടില്ല. ഉണ്ണിമുകുന്ദൻ പാൻ സ്റ്റാറായി. ഒറ്റ പടത്തിനകത്തൂടെ നാഷണൽ ലെവലിൽ എല്ലാവരും അറിയപ്പെടുന്നൊരു നടനായി. മനസ്സിലായില്ലേ? ഇവിടെ എന്തൊക്കെ ബഹളമായിരുന്നു. ഉണ്ണിമുകുന്ദൻ രാജാര, ഉണ്ണിമുകുന്ദൻ മോദിയോടൊപ്പം പിന്നെ പ്രധാനമന്ത്രിയോടൊപ്പം പോയി നിന്നത് എന്താ കുഴപ്പം? പിണറായി വിജയനോടൊപ്പം പോയി നിൽക്കുക എന്താ കുഴപ്പം? അവർ രണ്ടേലും സ്റ്റേറ്റിൻ്റെ CM അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ, ആർക്കത്ര ബുദ്ധിമുട്ട്? പിന്നെ സംഖ്യ വിളി, പോമ്പറ, കുറേ എണ്ണം വിളിക്കും, ആര് കേൾക്കാൻ, ഇത്രയേ ഉള്ളൂ. അതൊക്കെ ആ രീതിയിലങ്ങ് വിടുക. ഈ വിളിക്കുന്നതെല്ലാം കൃത്യം ചെയ്താൽ പ്രധാനമന്ത്രിയെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ സംഖ്യ വിളി, അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ സംഖ്യ വിളി. അങ്ങനെ വിളിക്കുന്ന ടീമല്ല എന്ന് പറഞ്ഞാൽ മറ്റേ ടീമാണ്. നിങ്ങൾക്ക് മനസ്സിലായിക്കാണ്. അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. അതുപോലെ മോഹൻലാലിനെ ഇല്ലാതാക്കി നോക്കി, സുരേഷ് ഗോപി ഇല്ലാതാക്കി നോക്കി. സുരേഷ് ഗോപി ഇല്ലാതാക്കി നോക്കിയപ്പോൾ എന്താണ് തിയേറ്ററിൽ മുഴുവൻ ഗരുഡൻ പടത്തിന് ആളും കയറി. തൃശ്ശൂരിൽ ആൾക്കാർ വോട്ട് ചെയ്ത് പുള്ളിക്കാരൻ ഇപ്പോൾ കേന്ദ്രമന്ത്രിയാണ്. വേറെ ലെവല്. തൃശ്ശൂർ ഇഞ്ഞെടുത്തു എന്ന് പറഞ്ഞ അവസ്ഥയെ അത് എടുക്കൂല എന്നൊക്കെ പറഞ്ഞ് മദർ തെരേസ വന്നാലും സുരേഷ് ഗോപി ജയിക്കത്തില്ല എന്ന് പറഞ്ഞ ആൾക്കാരുള്ള നാട്ടിലാണ് സുരേഷ് ഗോപി ജയിച്ചു. ഇപ്പോൾ കേന്ദ്രമന്ത്രിയാണ്, BJPയുടെ കേന്ദ്രമന്ത്രിയാണ് കേരളത്തിൽ സുരേഷ് ഗോപി. അങ്ങനെ നിൽക്കുകയാണ്. മോഹൻലാലിൻ്റെ കിടിലം 3-4 പടം വരുന്നുണ്ട്. കിടിലം പടം വരുന്നുണ്ട്, തുടരും വരുന്നുണ്ട്, അല്ലെങ്കിൽ ഹൃദയപൂർവ്വം വരുന്നുണ്ട്. അതാണ് ഇപ്പോൾ ബിഗ് ബഡ്ജറ്റ് പടം വരുന്നുണ്ട്. ബിഗ് ബഡ്ജറ്റ് അപ്പം പടം ഓടുകയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് 27-ാം തീയതി നോക്കാം. പക്ഷെ ബിസിനസ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് മോഹൻലാലിന്. അതിന് അർത്ഥം എന്താ? മോഹൻലാലിന് ഒരു ചുക്കും ഒരു ചുണ്ണാമ്പും ഈ നാട്ടിൽ സംഭവിച്ചിട്ടില്ല. കുറേ എണ്ണം ഇവിടെ കിടന്ന് ബഹളം വെക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തായാലും നിങ്ങളുടെ ലൊക്കേഷൻ, നിങ്ങൾ ഏത് സ്ഥലത്തിരുന്നാണ് എമ്പുരാൻ സിനിമ കാണാൻ ഉദ്ദേശിക്കുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് നമ്മുടെ പേജ് കാണുന്നത് ജസ്റ്റ് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.